തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, വനത്തിൽ സന്യസിച്ചിരുന്ന ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു വിറക് വെട്ടുകാരൻ എല്ലാ ദിവസവും വരുമായിരുന്നു. മറ്റൊന്നിനുമല്ല, വിറക് വെട്ടി ജീവിതത്തിലെ അന്നന്നേപ്പത്തിനുള്ള വക തേടുക എന്നത് തന്നെയാണ്. സന്യാസത്തിലിരിക്കുന്ന ഈ ഗുരു നിരന്തരം വിറക് വെട്ടുന്ന ഈ മനുഷ്യനെ ഒരു ദിവസം അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ഒരു ദിവസം നിനക്ക് അസുഖമോ അല്ലെങ്കിൽ മഴയോ വല്ലതും വന്നാൽ വിറക് വെട്ടാൻ കഴിയില്ലല്ലോ, അപ്പോൾ നീ എങ്ങനെ നിൻ്റെ അന്നന്നേപ്പം കണ്ടെത്തും? വിറക് വെട്ടുകാരൻ പറഞ്ഞു, ശരിയാണ്, എനിക്ക് അന്ന് ഒന്നും കിട്ടാതെ വരും. അപ്പോൾ ഗുരു ചോദിച്ചു, മറ്റെന്തെങ്കിലും മാർഗം നീ കണ്ടെത്തിയിട്ടുണ്ടോ? വിറക് വെട്ടുകാരൻ പറഞ്ഞു, ഇല്ല. അങ്ങനെയെങ്കിൽ ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഗുരു പറഞ്ഞു, നീ അവിടെ കുഴിച്ചു നോക്കുക. ഇരുമ്പിൻ്റെ അസംസ്കൃത വസ്തുക്കൾ നിനക്ക് കിട്ടും. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ ഒരാഴ്ച സുഖമായിട്ട് ജീവിക്കാനുള്ള വക നിനക്ക് കിട്ടും. വിറക് വെട്ടുകാരന് വലിയ സന്തോഷമായി. ഗുരു കാണിച്ചെടുത്ത് കുഴിച്ചു. പറഞ്ഞതുപോലെ തന്നെ ഇരുമ്പിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കിട്ടി. അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. സുഖമായിട്ട് ഒരാഴ്ച ജീവിച്ചു. അധികം വൈകാതെ വിറക് വെട്ടുകാരൻ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ തീരാറായി, എനിക്ക് എന്തെങ്കിലും മാർഗം കൂടി കാണിച്ചു തരണം. ഗുരു പറഞ്ഞു, നിനക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യം വേണോ? ഉവ്വ്. അങ്ങനെയെങ്കിൽ നീ ഇന്ന സ്ഥലത്ത് കുഴിക്കുക, അവിടെ നിന്ന് നിനക്ക് ചെമ്പ് കിട്ടും. അത് കൊണ്ടുപോയി വിറ്റ് ഇപ്പോഴത്തേക്കാൾ നന്നായിട്ട് നിനക്ക് ജീവിക്കാം. ഗുരു കാണിച്ചെടുത്ത് കുഴിച്ചു, ചെമ്പ് കിട്ടി. വിറക് വെട്ടുകാരൻ്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു. അയാൾ പിന്നെയും വന്നപ്പോൾ ഗുരു ചോദിച്ചു, നിനക്ക് ഇനിയും വേണോ? ഉവ്വ്. മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവിടെ കുഴിക്കുക, നിനക്ക് വെള്ളി കിട്ടും. ഗുരു പറഞ്ഞതുപോലെ തന്നെ കുഴിച്ചു, വെള്ളി കിട്ടി. വിറക് വെട്ടുകാരൻ സമ്പന്നനായിക്കൊണ്ടിരുന്നു. അയാളുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു. എന്നിട്ടും അയാൾ ഗുരുവിൻ്റെ അടുത്ത് വന്നു. വീണ്ടും അയാൾ പണത്തിന് വേണ്ടി ആഗ്രഹിച്ചു. ഗുരു മറ്റൊരിടം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ നിന്ന് സ്വർണം കിട്ടും, ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റും. ഗുരു പറഞ്ഞെടുത്ത് വീണ്ടും കുഴിച്ചു. അവിടെ നിന്ന് സ്വർണം കിട്ടി. അദ്ദേഹത്തിൻ്റെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു. അദ്ദേഹം വലിയൊരു സമ്പന്നനായി തീർന്നു. എന്നിട്ടും വിറക് വെട്ടുകാരന് മതിയായില്ല. അദ്ദേഹം പിന്നെയും വന്നപ്പോൾ ഗുരു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഈ ഇടം നീ കുഴിക്കുക, ഇവിടുന്ന് അമൂല്യമായ രത്നങ്ങൾ കിട്ടും, അത് നിന്നെ കോടീശ്വരനാക്കി മാറ്റും. ഗുരു ഇരുന്ന സ്ഥലത്തു നിന്ന് മാറിക്കൊടുത്തു. പറഞ്ഞതുപോലെ അവിടെ നിന്ന് അമൂല്യമായ രത്നങ്ങൾ സ്വന്തമാക്കി വിറക് വെട്ടുകാരൻ തിരിച്ചുപോയി. അയാൾ ഒരു ചക്രവർത്തിയെപ്പോലെ ജീവിച്ചു. നാളുകൾക്ക് ശേഷം ഒരിക്കൽ അദ്ദേഹം ചിന്തിച്ചു, ഈ ഇരുമ്പും ചെമ്പും വെള്ളിയും സ്വർണവും രത്നങ്ങളുമെല്ലാം എവിടെയുണ്ടെന്ന് അറിയാമായിരുന്ന ഗുരു അതൊന്നും എടുക്കാതെ എന്തിനാണ് ഈ കാടിൻ്റെ വെയിലിലും മഴയത്തും ഭക്ഷണമൊന്നുമില്ലാതെ ഇങ്ങനെ സന്യസിക്കുന്നത്? വിറക് വെട്ടുകാരൻ ഈ ചിന്ത വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. ഒടുവിൽ അദ്ദേഹം തിരിച്ച് ഗുരുവിൻ്റെ അടുത്തെത്തി ചോദിച്ചു, അങ്ങേക്കിതെല്ലാം അറിയാമായിരുന്നിട്ടും
അങ്ങ് എന്തുകൊണ്ടാണ് ഇതൊന്നും സ്വന്തമാക്കാത്തത്? ഉടനെ ഗുരു പറഞ്ഞു, ഈ ഭൂമിയിൽ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പത്തിൻ്റെ ഉറവിടം നീ കണ്ടെത്തി. പക്ഷേ ആ സമ്പത്ത് സ്വന്തമാക്കിയിട്ടും നിനക്ക് അസ്വസ്ഥത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനിത്യമായ വസ്തുക്കളൊന്നും നമുക്ക് സന്തോഷം നൽകുകയില്ല. നിത്യത നൽകുന്ന നിൻ്റെ ആത്മാവാണ് ഏറ്റവും വിലയുള്ളത്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പായി കാണേണ്ടത്. ഗുരുവിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഈ ലോകത്തിലെ വസ്തുക്കളൊന്നും നമുക്ക് സന്തോഷം നൽകില്ല. നിത്യമായ നിൻ്റെ ആത്മാവാണ് ഏറ്റവും വിലയുള്ളത്. നന്ദി. ഉറങ്ങുവെട്ടം